ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സജനാസ് കിച്ചൻ. ഏറ്റവും സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന എഗ്ഗ് വെച്ചിട്ടുള്ള ഒരു സ്പൈസി സ്നാക്കാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. കണ്ണൂർ സ്റ്റൈലിൽ ഇടിവെട്ട് ഇടിമുട്ട. റമദാനൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് എഗ്ഗ് വേണം, പിന്നെ ഇതുപോലുള്ള ഒരു ഇഡ്ഡലി തട്ട് വേണം. ഈ ഒരു രണ്ട് കാര്യങ്ങളാണ് നമുക്കിത് ഫസ്റ്റായിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇഡ്ഡലി തട്ടിലോട്ടേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ അങ്ങനെ ഏത് ഓയിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇഡ്ഡലി തട്ടിലോട്ടേക്ക് നമ്മൾ ഓയിൽ എല്ലാം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നേരിട്ട് തന്നെ ഓരോരോ മുട്ട ഇതിലോട്ടേക്ക് നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇതുപോലെ എല്ലാ മുട്ടയും നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. നമ്മൾ എല്ലാ മുട്ടയും നമ്മൾ ഇതുപോലെ ഇഡ്ഡലി തട്ടിൽ നമ്മൾ നേരിട്ട് തന്നെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടാവുമ്പോൾ നമ്മുടെ ഈ ഒരു മുട്ട ഇതിലോട്ടേക്ക് നമുക്ക് വെക്കാം. നമ്മൾ ഇഡ്ഡലിയൊക്കെ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ്. ഒരു 7-8 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു മുട്ട നന്നായിട്ട് തന്നെ സ്റ്റീമായിട്ട് വരും. നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. നന്നായി തിളക്കുന്നുണ്ട്. നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഒരു മുട്ട പുഴുങ്ങുന്ന ആ ഒരു സമയം വേണ്ട ഏകദേശം ഒരു 7-8 മിനിറ്റ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 7-8 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ എഗ്ഗൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു മാറ്റാം. ഇനി ഒരല്പം ഒരു 5-10 മിനിറ്റ് പുറത്ത് വെക്കാം. അതൊന്ന് തണുത്ത് കിട്ടണം. ആ സമയം കൊണ്ട് നമുക്കൊന്ന് മസാല തയ്യാറാക്കാം. ആദ്യം തന്നെ നമുക്കൊരു ബൗൾ എടുക്കാം. അതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി സ്പൈസസ് നിങ്ങൾക്ക് അധികം വേണമെന്നുള്ളവർക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് കുരുമുളകിൻ്റെ പൗഡറും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് സ്പൈസസൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ എഗ്ഗ് ഇതിൽ നിന്നും ഓരോന്നായിട്ട് നമുക്ക് എടുക്കാം. ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്നും വിട്ട് കിട്ടും. അപ്പോൾ നമുക്കിതുപോലെ സ്പൂൺ വെച്ചിട്ട് നമ്മളിതുപോലെ എടുത്താൽ മതി. പെട്ടെന്ന് നമുക്ക് എടുക്കാൻ കിട്ടും. അതിപ്പോൾ നമ്മുടെ ഈ ഒരു മസാലയിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മുടെ ഈ മസാല ഒന്ന് ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കാം. എല്ലാ ഭാഗത്തോട്ടേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ഈ ഒരു മസാല. ഇതുപോലെ നമുക്ക് എല്ലാ എഗ്ഗും ഇതുപോലെ തന്നെ നമുക്ക് മസാല ചെയ്ത് കവർ ചെയ്തെടുക്കാം. നമ്മുടെ എഗ്ഗിൽ എല്ലാ മസാലയും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിനി ഒരു പാൻ വെക്കാം. അതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂണോളം ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഓയിലും യൂസ് ചെയ്യാം കേട്ടോ. ഇത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മുടെ ഒരു എഗ്ഗ് ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മുട്ട ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വിട്ട് നിന്ന് വേണം ഇതൊന്ന് ഇട്ട് കൊടുക്കാൻ. ചിലപ്പോൾ പൊട്ടിത്തെറിച്ച് പോവും. അപ്പോൾ നമുക്കിതെല്ലാം ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
ആ ഒരു ഭാഗം കൂടി ഒന്ന് ഫ്രൈ ആയി വരണം. അപ്പോൾ നമുക്കിനി ഒരു സെർവിങ് പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ഇടിമുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഇടിമുട്ട, കണ്ണൂർ സ്റ്റൈലിലെ ഇടിമുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. നമ്മുടെ റമദാനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്നാക്കാണ്. മുട്ട ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പികൾക്ക് വേണ്ടി സജനാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്